നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അതിൻ്റെ പദവ്യത്യാസത്തിനെ കുറിച്ചും പൊസിഷനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ ശ്രേണികളുമായി ബന്ധപ്പെട്ട് നമ്പർ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അതേ കാര്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് പറയും. ഇവിടെ നമുക്കൊരു സീക്വൻസ് എടുക്കാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് 4, 7, 10 എക്സെട്ര. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 7 - 4 = 3. ഓരോ ടേമിനോടും 3 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ടേം കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇതിന്റെ 10ാമത്തെ പദം എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ടേമിനോട് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ടേമിനോട് ഒരു പ്രാവശ്യം ആഡ് ചെയ്ത സെക്കൻഡ് ടേം കിട്ടും, 2 പ്രാവശ്യം ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും, അങ്ങനെ 9 പ്രാവശ്യം ആഡ് ചെയ്താൽ നമുക്ക് 10th ടേം കിട്ടും. അതായത് 4 + 9 × 3 27, 31 ആണ് ഇതിന്റെ 10th ടേം. ഇനി നമുക്ക് ഇതിന്റെ 25ാമത്തെ പദം കിട്ടണം, 25th ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ 4 + 12, 4 × 3 12, remainder 1, 2 × 3 6, 72. അപ്പൊ 76 എന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് ടേം കാണാൻ ഫസ്റ്റ് ടേമിനോട്, അതിന്റെ ഫസ്റ്റ് ടേമിനോട് എത്രാമത്തെ ടേം ആണോ കാണുന്നത്, ഇപ്പൊ 10th ടേം ആണ് കാണുന്നതെങ്കിൽ 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 25th ടേം ആണ് കാണുന്നതെങ്കിൽ 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇനി 50 ടൈംസ് ആണ് കാണുന്നതെങ്കിൽ 49 ടൈംസ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏതൊരു ടേം, ഇപ്പൊ നമുക്ക് nth ടേം ആണ് കാണുന്നത്, ഒരു ടേം n, നമുക്ക് n എന്ന് കൊടുക്കാം, അതാണല്ലോ ഓൾജിബ്ര എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള രൂപം. അപ്പൊ nth ടേം ആണ് കാണുന്നതെങ്കിൽ xn = നമുക്കറിയാം ഫസ്റ്റ് ടേം 4 ആണ്, 4നോട് n - 1 ടൈംസ് കോമൺ ഡിഫറൻസ് 3 ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് 3 ആണ് ഇതിന്റെ. അതായത് അപ്പൊ ഉത്തരം 4 + n - 1 × 3 എന്ന് പറഞ്ഞാൽ n × 3 - 1 × 3 എന്ന്. 3n - 1 × 3 3. That is 3n + 4 - 3 കൂടെ ആഡ് ചെയ്താൽ +1 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn = 3n + 1 ആണ് എന്ന് നമുക്ക് കിട്ടും. അതായത് ഇതിന്റെ അർത്ഥം 3n, അപ്പൊ 3 × n പൊസിഷൻ, 3 × +1. ഫസ്റ്റ് ടേം ആണെങ്കിൽ 3 × 1 + 1. 5th ടേം ആണെങ്കിൽ 3 × 5 + 1. 10th ടേം ആണെങ്കിൽ 3 × 10 + 1. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സീക്വൻസ് 1/2, 3/4, 1 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3/4 - 1/2 അല്ലെങ്കിൽ 1 - 3/4. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടെ കണ്ടാൽ 3/4 - 1/2നെ നമ്മൾ ഇവിടെ 4 ആണ് ഡിനോമിനേറ്റർ, അപ്പൊ 2നെ ഡിനോമിനേറ്റർ 4 ആക്കുമ്പോൾ 2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4 ആയി. അതേ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ 2/4 എന്ന് വരും, ഈക്വൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ഡി എന്ന് പറയുന്നത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് 3 - 2/4 = 1/4 എന്ന് കിട്ടും. ഈ 1/4 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിന്റെ 10th ടേം കാണാം, x10. ഞാൻ നമ്മൾ ഫസ്റ്റ് ടേമിനോട് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. 1/2 +
9 into common difference 1/4 ആണ്. 1/4 9 times add ചെയ്ത് കഴിഞ്ഞാൽ 10th term കിട്ടും. That is 1/2 plus 9/4 ആണ്. That is ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 1/2 നെ 2/4 plus 9/4 that is 11/4 എന്ന് കിട്ടും. 10th term 11/4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് പറയുമ്പോൾ xn nth term ഏതൊരു ടേമും കാണാൻ xn is equal to 1/2 plus n minus 1 times common difference 1/4. n minus 1 times 1/4 ആഡ് ചെയ്ത് അതിനോട് ഫസ്റ്റ് ടേമും കൂടെ കൂട്ടിയാൽ nth ടേം കിട്ടും. That is 1/2 plus n/4 minus 1/4 കിട്ടും. That is n/4 ഇവിടെ 1/2 minus 1/4 ചെയ്യാൻ plus 2/4 minus 1/4 എന്ന് വരും. 1/2 നെ 2/4 എന്ന് മാറ്റാം. That is n/4 plus 2/4 എന്ന് 1/4 മൈനസ് ചെയ്താൽ 1/4 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ xn അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത് ആൾജിബ്ര എന്ന് പറയുന്നത് n/4 plus 1/4 ആണ്. ഇതിന്റെ ആൾജിബ്രൈക് ഫോം ആണ്. അപ്പൊ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എല്ലാറ്റിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ ആൾജിബ്രൈക് സീക്വൻസിലും അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം ഇതേ രൂപത്തിലാണോ വരിക എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ടേമിനോട് n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കത് പൊതുവായിട്ട് പരിശോധിക്കാൻ ഫസ്റ്റ് ടേമിനെ ഫസ്റ്റ് ടേമിനെ നമ്മൾ x1 എന്നാണ് പറയുന്നത്. ഈ x1 നമുക്ക് f ആണെന്ന് സൂചിപ്പിക്കാം. ഫസ്റ്റ് ടേമിനെ f എന്നും കോമൺ ഡിഫറൻസിനെ d എന്നും സൂചിപ്പിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മൾ പറഞ്ഞു xn എന്ന് പറയുന്നത് f ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. ഫസ്റ്റ് ടേമിനോട് n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ് xn എന്ന് നമ്മളിപ്പോൾ കണ്ടു. അപ്പൊ ഇത് f പ്ലസ് nd മൈനസ് d, n ഇൻറ്റു d nd മൈനസ് 1 ഇൻറ്റു d മൈനസ് d എന്ന് കിട്ടും. That is ഈ nd എന്ന് പറയുന്നത് or dn dn nd or dn പ്ലസ് f മൈനസ് d എന്ന് കിട്ടും. xn is equal to dn plus f minus d. ഇവിടെ d എന്ന് പറയുന്നത് ഒരു സീക്വൻസിന്റെ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസിനെയാണ് d എന്ന് പറയുന്നത്. f എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ടേമും d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും. അങ്ങനെ ആവുമ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര എന്ന് പറയുന്നത് dn plus f minus d ആണ്. കോമൺ ഡിഫറൻസിനെ ഏത് ടേം ആണോ നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ 10th ടേം ആണ് കാണുന്നതെങ്കിൽ കോമൺ ഡിഫറൻസിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. ഇതിലെ d എന്നുള്ളതിനെ നമ്മൾ a എന്നും d is equal to a എന്നും f minus d എന്നുള്ളതിനെ b എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് xn is equal to an plus b എന്ന് എഴുതാം. a എന്ന് പറയുന്നത് f തന്നെയാണ്, ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ d ആണ്. d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസിനെയാണ് നമ്മൾ a എന്ന് സൂചിപ്പിച്ചത്. f മൈനസ് d ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തതിനെയാണ് നമ്മൾ b എന്ന് സൂചിപ്പിച്ചത്. രണ്ട് നമ്പറാണ്. ആ നമ്പറിനെ a എന്നും b എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ xn is equal to nth term is equal to an plus b എന്ന് കിട്ടും. ഇതായിരിക്കും ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിന്റെയും ആൾജിബ്രൈക് ഫോമിന്റെ രൂപം an plus b എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ എയും ബിയും നമ്പറുകളാണ്. അതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് നമ്മൾ പറഞ്ഞത് xn nth ടേം എന്ന് പറയുന്നത് dn plus f minus d. ഇതാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. xn is equal to dn plus f minus d. അതായത് കോമൺ ഡിഫറൻസിനെ ഏത് ടേം ആണോ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നു. dn plus
എഫ് മൈനസ് ഡി എന്നുള്ളതാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 7, 12, 17 എന്ന് പറയുന്ന സീക്വൻസ്. ഇതിന്റെ 15th ടേം നമുക്ക് കാണാം. x15 കാണാം. x15 കാണാൻ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് xn ഏതൊരു ടേമും കാണുന്നത് dn പ്ലസ് f മൈനസ് d ഉപയോഗിച്ച്. അപ്പൊ നമുക്കിവിടെ ഡിയും വേണം എഫും വേണം. എഫ് നമുക്കറിയാം, എഫ് എന്ന് പറയുന്നത് f is equal to 7x1. ഇനി ഡി എന്ന് പറയുന്നത് നമ്മൾ കാണണം. d is equal to ഏതൊരു ടേമിൽ നിന്നും അതിന്റെ തൊട്ട് പിറകിൽ വരുന്ന ടേം മൈനസ് ചെയ്താൽ മതി. 12 minus 7. 12 minus 7 is equal to 5. അപ്പൊ ഇതിന്റെ nth ടേം ഓൾജിബ്ര xn is equal to dn 5n plus 7 minus 5 ഒന്നുണ്ട്. That is 5n plus 2. ഇതാണ് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം. അതായത് 5ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്നതാണ് ഈ സീക്വൻസ് എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം. 5 into 1 5 plus 2. ഇതിന്റെ ഫസ്റ്റ് ടേം കാണാൻ ഒരു ഓൾജിബ്ര തന്നു കഴിഞ്ഞാൽ ഓൾജിബ്രൈക് ഫോം തന്നാൽ അതിൽ നിന്ന് ഫസ്റ്റ് ഏത് ടേം കാണാൻ n ആ വിലോട്ട് തന്നു. ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ പദമാണ് ഫസ്റ്റ് ടേം ആണ് കിട്ടുന്നതെങ്കിൽ n 1 എന്ന് കൊടുക്കുമ്പോൾ 5 into 1 plus 2 5 plus 2 7. 2 സെക്കൻഡ് ടേം ആണ് കിട്ടുന്നതെങ്കിൽ 5 into 2 10 plus 2 12. അതായത് 5ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്നതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് അർത്ഥം. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഇതാണ് സീരീസ് 1/2 5/6 5/6 7/6. ഇതിന്റെ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം നമുക്ക് കാണാം. ഓൾജിബ്രൈക് ഫോം നമ്മൾ പറഞ്ഞു xn is equal to dn plus f minus d. ഇതാണ് ഓൾജിബ്രൈക് ഫോം. ഇവിടെ f എന്ന് പറയുന്നത് നമ്മൾ കണ്ടു f d ആണ് നമുക്ക് ആവശ്യമുള്ളത്. f 1/2 ആണ്. d എന്ന് പറയുന്നത് ഒരു ടേമിൽ നിന്ന് മുമ്പിലുള്ള ടേം മൈനസ് ചെയ്യും. അതിന്റെ ബാക്കിൽ പുറകിൽ വരുന്ന ടേം മൈനസ് ചെയ്യും. അപ്പം സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം സെക്കൻഡ് ടേമിന്റെയും തേർഡ് ടേമിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പം മൈനസ് ചെയ്യാൻ ഏറ്റവും നല്ലത് തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ മതി. അപ്പോ d is equal to 7/6 minus 5/6. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് 7 minus 5 divided by 6 is equal to 2/6. That is 1/3. ഇതിന്റെ കോമൺ ഡിഫറൻസ് 1/3 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതാം. xn is equal to dn. d is equal to 1/3. 1/3n plus f minus d. f is equal to 1/2. 1/2 minus d is equal to 1/3. n plus 1/2 minus 1/3. ഇനി ഇവിടെ ഈ 1/3 ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇതിനെ 2/6 എന്ന് തന്നെ ചെയ്തിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ 2/6 എന്ന് തന്നെ എഴുതാം. അപ്പം ഇതിനെ മൊത്തത്തിൽ നമുക്കൊന്ന് മാറ്റിയിട്ട് xn is equal to 2/6 ആകുമ്പോൾ ഇതിനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ കുറെ കൂടെ സൗകര്യം ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ dn d is equal to 2/6. 2/6n plus f minus d. f minus d is equal to 1/2 minus 2/6. ഇത് ഞാൻ ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2ഉം 6ഉം 6ന്റെ ഒരു ഭാഗമാണ് 2 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് that is 2/6n plus 1/2 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3/6 എന്ന് മാറ്റാം. 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 6 ആവും. അതേ 3 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യാം. ഇതിന്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ് 3/6. 3/6 minus 2/6. ഇങ്ങനെയാണ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. That is 2/6n plus 3 minus 2 1. രണ്ടിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് 1/6.
ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ 1/3n + 1/6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2/6n + 1/6 എന്ന് എഴുതാം. വേണമെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് 1/3n + 1/6 എന്ന് എഴുതാം. That is xn is equal to 1/3n or n/3 + 1/6 എന്നുള്ളതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. അതായത് xn is equal to 2n/6 + 1/6, that is 2n + 1, 2n + 1 numerator divided by 6, correct, 2n + 1/6. അപ്പോൾ ഓരോ ടേമും കാണുമ്പോൾ 2 × 1 + 1, 2 + 1 3/6, 2 × 2 4 + 1 5/6, അങ്ങനെ ഓരോ ടേമും x1 x2 x3 ഒക്കെ കിട്ടും. ഇവിടെ 2n + 1/6 ചില കാര്യം കൂടെ നമുക്കിവിടെ പറയാം. ഇതാണ് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം. എന്നിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 2n എന്ന 2 കൊണ്ട് ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഈവൻ നമ്പറാണ് കിട്ടുക. ഈ ഒരു ഈവൻ നമ്പറിനോട് 1 ആഡ് ചെയ്താൽ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ഈവൻ നമ്പറിനോട് 1 ആഡ് ചെയ്താൽ ഓഡ് നമ്പർ. ഇപ്പൊ 2നോട് 1 ആഡ് ചെയ്താൽ 3 ഓടാണ്, 4നോട് 1 ആഡ് ചെയ്താൽ 5 ഓടാണ്. ഒരു ഈവൻ നമ്പർ കഴിഞ്ഞാൽ അതിനടുത്ത് വരുന്ന നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ന്യൂമറേറ്റർ ഓഡ് നമ്പറും ഡിനോമിനേറ്റർ 6 ആണ്. ഡിനോമിനേറ്റർ ഈവൻ നമ്പറാണ്. അപ്പോ ഇതിന്റെ അർത്ഥം ഒരു ഓഡ് നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തതായിരിക്കും nth ടേം. ഏതൊരു ടേമും ഒരു ഓഡ് നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓഡ് നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു കൗണ്ടിങ് നമ്പർ നമുക്ക് ആൻസർ കിട്ടില്ല. നമുക്ക് എടുത്താല് നമ്മൾ പറഞ്ഞു 2 × 1 2 + 1 3/2 × 1 2 + 1 3/6, 3/6 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ഇവിടെ 2 കൊടുത്താൽ 2 × 2 4, 4 + 1 5, 5/6 എന്ന് കിട്ടും. 3 കൊടുത്താൽ 2 × 3 6 + 1 7/6. ഇവിടെ ഒന്നും ഒരു ഓഡ് നമ്പറിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കൗണ്ടിങ് നമ്പർ കിട്ടുകയില്ല എന്ന് ഇതിന്റെ ജനറൽ ഫോം നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം അതിന്റെ ന്യൂമറേറ്റർ ഒരു ഓഡ് നമ്പറും ഡിനോമിനേറ്റർ 6 ആണ്. ഒരു ഓഡ് നമ്പറിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കൗണ്ടിങ് നമ്പർ കിട്ടുന്നതിലെല്ലാം ഫ്രാക്ഷൻ ആയിരിക്കും എന്ന് അർത്ഥം. ഇനി 24th പേജിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ കാണുന്നതെന്നാണ് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 8th ടേം 12 ആണ്. x8 12 12th ടേം 8 ആണ്. x12 8 ഇതാണ് തന്നിരിക്കുന്നത്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം എന്താണെന്ന് എഴുതണം. അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ x നമുക്ക് വേണ്ടത് ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് xn is equal to dn plus f minus d. നമുക്ക് d യും f ഉം കിട്ടും. അപ്പോൾ d f ആദ്യം നമുക്ക് d കാണാം. d is equal to നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 12th ടേമും 8th ടേമും തന്നിട്ടുണ്ട്. 8th ടേമിൽ നിന്ന് 12th ടേമിലേക്കുള്ള ഡിഫറൻസ് 12 - 8 4 ആണ്. അപ്പോൾ 4d is equal to 8 - 12 എന്ന് കിട്ടും. സ്ഥാനത്തിന്റെ ഡിഫറൻസ്, പൊസിഷന്റെ ഡിഫറൻസിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേംസിന്റെ ഡിഫറൻസ് കിട്ടും. 8 - 12th ടേം 8 ഉം 8th ടേം 12 ആണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 4d എന്ന് പറയുന്നത് 12th ടേം മൈനസ് 8th ടേം, 8 - 12 എന്നാണ് വരിക. 12 - 8 അല്ല, 8 - 12. That is 8 - 12 is equal to -4. 12 - 8 is equal to 4. That is -4. Therefore, d is equal to -4/4 is equal to -1. Okay, d. ഇനി f കാണാൻ ഫസ്റ്റ് ടേം കാണാം. ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് 8th ടേം പറയാം. 8th ടേമിൽ നിന്ന് 7 ടൈംസ് d മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 8th ടേം അതായത് x8 - 7d. ഇതാണ് ഫസ്റ്റ് ടേം. 8th ടേം എന്ന് പറയുന്നത് 12 ആണ്. That is f is equal to 12 - 7 into d എന്ന് പറയുന്നത് -1 ആണ്. d
d is equal to minus 1. That is 12 minus 7 into minus 1 is equal to plus 7 into 1, 7 is equal to 19 എന്ന് കിട്ടും. ഇപ്പൊ രണ്ടും എഫും കിട്ടി ഡിയും കിട്ടി. ഇനി x is equal to dn, d is equal to minus 1 n plus f is equal to 19 minus 1. That is minus 1 into n is equal to minus n. 19 minus 1 is equal to plus 19 plus 1, 20. 19 minus 1 is equal to 19 plus 1 is equal to 20. That is 20 minus n. That is xn of this sequence. ഈ സീക്വൻസിന്റെ xn എന്ന് പറയുന്നത് 20 മൈനസ് n എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം 20 മൈനസ് 1 19, സെക്കൻഡ് ടേം 20 മൈനസ് 2 18, തേർഡ് ടേം 20 മൈനസ് 3, അങ്ങനെ എയ്ത്ത് ടേം 20 മൈനസ് 8 12, 12th ടേം 20 മൈനസ് 12 is equal to 8. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. അത് ബേർഡ് പ്രോബ്ലം ആണ്. ബേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. ദി ബേർഡ് പ്രോബ്ലം ഇൻ ക്ലാസ് 8, 8ാം ക്ലാസ്സിൽ നമ്മുടെ ഇക്വേഷൻ എന്നുള്ള പാഠത്തിൽ ഈ ബേർഡ് പ്രോബ്ലം കണ്ടിട്ടുണ്ട്. ക്യാൻ ബി സ്ലൈറ്റ്ലി ചേഞ്ച്ഡ് ആസ് ഫോളോസ്. അതിനൊന്ന് മാറ്റാം. ദി ബേർഡ് സെറ്റ് we and we again together with half of us and half of that and one more is a natural number. Together with, അതായത് we and we again together with half of us and half of that and one more is a natural number എന്നാണ് ആ ബേർഡ് പറയുന്നത്. അവിടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? റൈറ്റ് ദി പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ഓർഡർ. ഫോർ ഈച്ച് ഓഫ് ദീസ് റൈറ്റ് ദി സം ടോൾഡ് ബൈ ദി ബേർഡ് ഓൾസോ. ഫൈൻഡ് ദി algebraic expression ഫോർ ദീസ് ടു സീക്വൻസസ്. ഒന്ന് പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ഓർഡർ, അതിന്റെ ഓർഡറിൽ ബേർഡ്സിന്റെ പോസിബിൾ നമ്പേഴ്സ് എഴുതുക. ഫോർ ഈച്ച് ഓഫ് ദീസ് റൈറ്റ് ദി സം ടോൾഡ് ബൈ ദി ബേർഡ് ഓൾസോ. ആ ബേർഡിന്റെ സം എഴുതുക. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മലയാളത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഞങ്ങളും ഞങ്ങളോടൊപ്പവും അതിന്റെ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഞങ്ങളും ഞങ്ങളോടവും. അപ്പോൾ വി ആൻഡ് വി എഗെയിൻ നമുക്ക് ഇതിനെ ഓൾജിബ്ര ആയിട്ട് തന്നെ പരിഗണിക്കാം. വി എന്നുള്ളതിനെ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് നമുക്ക് വി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. വി പ്ലസ് വി എഗെയിൻ എക്സ് പ്ലസ് എക്സ്. ഹാഫ് ഓഫ് അസ് എക്സ് ബൈ 2, എക്സിന്റെ പകുതി എക്സ് ബൈ 2. And half of that x by 2 ന്റെ പകുതി, അതിന്റെയും പകുതി x by 2 ന്റെ പകുതി x by 2 into 1 by 2, that is x by 4. x by 2 ന്റെ പകുതി x by 4 ആണ്. ഇനി ഇതിന്റെയും പകുതി ആണെങ്കിൽ x by 4 into 1 by 2, x by 8. ഇങ്ങനെയാണ് പകുതിയിലേക്ക് പോകുന്നത്. പ്ലസ് 1. ഇത് എല്ലാവരും കുട്ടികൾ അക്കൗണ്ടിങ് നമ്പർ എന്നാണ് നമ്മൾ സംഘടിപ്പിക്കാം. ഇറ്റ്സ് അക്കൗണ്ടിങ് നമ്പർ, ഒരു നമ്പറാണ് കിട്ടുക. A natural number എന്നാണ് ക്വസ്റ്റ്യൻ. A natural number, that is a counting number. എന്താ നമുക്ക് വേണ്ടത്? പോസിബിൾ ബേർഡിന്റെ പോസിബിൾ എണ്ണം കൊടുക്കണം, അതിന്റെ സം കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടാം. കൂട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 1, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1, 1 ഇസ് ഈക്വൽ ടു 1 ബൈ 1. ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാത്തിനും ഇതിന്റെ 4 ആണ് ഇതിന്റെ ഹയസ്റ്റ് ഡിനോമിനേറ്റർ. 4 ഇതിന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സിനെ 4നെ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എക്സ് ബൈ 4 എന്ന് എഴുതാമല്ലോ. വീണ്ടും എക്സിനെ നമുക്ക് എക്സ് ബൈ 4 എന്ന് എഴുതാം. എക്സ് ബൈ 2നെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1. അപ്പൊ എക്സിനെ 4ന് ഈക്വൽ ആക്കുമ്പോൾ മുകളിലും താഴെയും 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 4x by 4. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻ ആയി. ഇവിടെയും എക്സിനെ 4x by 4, ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. പ്ലസ് എക്സ് ബൈ 2നെ 2നെ 4 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് 2 into 2 4 ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 2x by 4 എന്ന് എഴുതാം. എക്സ് ബൈ 2നെ 2x by 4 എന്ന് എഴുതാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. എക്സ് ബൈ 4നെ 4 എന്നാണ് ഡിനോമിനേറ്റർ. അപ്പൊ എക്സ് ബൈ 4 പ്ലസ് 1നെ നമുക്ക് വേണമെങ്കിൽ 4 by 4 എന്ന് എഴുതാം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നത്.
That is 4x plus 4x plus x by 2 plus x 2x plus x. ഇതൊക്കെ ന്യൂമറേറ്റർ കൂട്ടി കഴിഞ്ഞാൽ 4x plus 4x is equal to 8x. 8x plus 2x is equal to 10x. 10x plus x is equal to 11x plus 4. ഇത് നമ്പർ ആണ്, ഒരിക്കലും 11x നോട് 4 കൂട്ടാൻ പാടില്ല. 11x ഉം 4 ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 11x plus 4 ഡിവൈഡഡ് ബൈ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 4 ആണ് 4. ഇത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, എ നാച്ചുറൽ നമ്പർ. ഇതാണ് കിട്ടുന്നത്. 11x plus 4/4 is a natural number. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വിലകൾ, പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഡിവൈഡഡ് ബൈ 4 ആണ്. ഒരു ന്യൂമറേറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആവണം ന്യൂമറേറ്റർ. 4 4ന്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പൊ ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, കാരണം പ്ലസ് 4 ഇവിടെ ഉണ്ട്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ന്യൂമറേറ്റർ. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ന്യൂമറേറ്റർ വരണമെങ്കിൽ 11 ഇവിടെ പ്ലസ് 4 ആണുള്ളത്. അപ്പൊ ഈ എക്സ് എപ്പോഴും 4ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോഴേ അതിനോട് 4 കൂട്ടുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ 11x plus 4 എന്ന് പറയുന്നതിൽ എക്സ് എന്ന് പറയുന്നത് 4 or മൾട്ടിപ്പിൾ ഓഫ് 4. അതിനോട് 4 കൂട്ടിയാൽ വീണ്ടത് 4ന്റെ മൾട്ടിപ്പിൾ ആയി. ഡിവൈഡ് ബൈ 4 ആവുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നർത്ഥം. എക്സ് ഇസ് ഈക്വൽ ടു 4, 8, 12, 16 ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് പക്ഷികളുടെ എണ്ണം, നമ്പർ ഓഫ് ബേർഡ്സ് is equal to 4, 8, 12, 16 ഇങ്ങനെ വരുന്നത്. ഇതിലേക്കോ ഇത് നമുക്ക് മറ്റൊരു രൂപത്തിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. V and V, half of us and half of that plus 1. ഞങ്ങളും ഞങ്ങളോളവും അതിന്റെ പകുതിയും ഒന്നും കൂട്ടിയ ഒരു നാച്ചുറൽ നമ്പർ കിട്ടണം എന്ന് പറയുന്നത് ഏത് സംഖ്യയൊക്കെ നമുക്ക് പകുതിയും അതിന്റെ പകുതിയും ഇതാക്കുമ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടണം. അപ്പൊ പകുതിയാക്കി അതിനെ വീണ്ടും പകുതിയാക്കിയാൽ നാച്ചുറൽ നമ്പർ കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് വരും 4 ആയിരിക്കും, കാരണം 4ന്റെ പകുതി 2, 2ന്റെ പകുതി 1, 1ഉം 2ഉം 3ഉം ഇല്ല. 1ന്റെ പകുതിയാക്കിയാൽ തന്നെ ഹാഫ് ആയി പോകും, നാച്ചുറൽ നമ്പർ കിട്ടില്ല. അപ്പൊ 4ഉം അതിന്റെ മൾട്ടിപ്പിളും ആയിരിക്കും ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ഓർഡർ. അത് 4, 8, 12, 16 ഇങ്ങനെയായിരിക്കും വരിക. ഇനി ആ പക്ഷികളുടെ കൂട്ടം സം അവരെത്രയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 11x plus 4/4. എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ 11 into 4. 11 into 4 plus, അപ്പൊ ഇവിടെ ഇതാണ് വരുന്നത്. നമുക്ക് 11x plus 4/4 ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടി 4, 8, 12, 16 ഇങ്ങനെ. അപ്പൊ 11 into 4ന്റെ മൾട്ടിപ്പിൾസ്, 4ന്റെ മൾട്ടിപ്പിൾ, എക്സിന്റെ വാല്യൂ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് 4, 8, 12, 16 എന്നുള്ളതിന്റെ ഓൾജിബ്രിക് ഫോം നമുക്കറിയാം 4n ആണ്. n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ 4 കിട്ടും, 2 എന്നുള്ളത് 8, തേർഡ് പ്ലേസിൽ 12, 16, 4n. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എക്സിന് പകരം 4n എന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതിന് 4n എന്ന് കൊടുക്കാം, പ്ലസ് 4/4 എന്ന്. ഈ ഡിവൈഡഡ് ബൈ 4ഉം ഇതിനെ മാറ്റി എഴുതുമ്പോ 11 into 4n/4 plus 4/4 എഴുതാം. രണ്ടിനെയും രണ്ടാക്കി എഴുതാം. 11 into 4n/4 plus 4/4 എന്ന് എഴുതി കഴിഞ്ഞാൽ that is ഈ 4ഉം ഈ 4ഉം പിന്നെ ഡിവൈഡ് ചെയ്തുമ്പോൾ 11 into 11n plus 4/4 is equal to 1. 11n plus 1 ഇതായിരിക്കും ഇതിന്റെ എക്സൻ അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം എന്ന് പറയും. 11n plus 1. ഇനി നമുക്ക് n-ന് വില കൊടുത്തു കഴിഞ്ഞാൽ പക്ഷികളുടെ എണ്ണം കിട്ടും. പക്ഷികളുടെ എണ്ണം കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം n-ന് 1 എന്ന് കൊടുക്കാം. n 1 ആകുമ്പോൾ 1,
11 into n plus 1 എന്ന് പറഞ്ഞാൽ 11n plus 1 is equal to 11 plus 1 എന്ന് കിട്ടും. ഒന്ന് എക്സ് 4 ആവുമ്പോൾ ഒന്നാമത്തെ ആൻസർ 11 plus 1 12, പക്ഷേ ഇവിടെയാണ് 12 ആവും. രണ്ടാമത്തെ സ്ഥാനത്ത് എക്സ് 8 ആവുമ്പോൾ 11 plus 2 22 plus 1 is equal to 23. സമ്മാവുന്ന സാധ്യതയുള്ള മറ്റൊരു നമ്പർ 23. n 3 എന്ന് കൊടുക്കുമ്പോൾ 11 into 3 plus 1 is equal to 33 plus 1 is equal to 34. n 4 എന്ന് കൊടുത്താൽ 11 into 4 plus 1 is equal to 44 plus 1 is equal to 45. അപ്പോൾ അതിന്റെ പക്ഷികളുടെ സമ്മിന്റെ ബേർഡ്സിന്റെ സമ്മിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് 12, 23, 34, 45 etc. അതിന്റെ algebraic ഫോം xn is equal to 11n plus 1. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഈ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ algebraic ഫോമും അതിൽ വാല്യൂ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സീക്വൻസ് കിട്ടിയാൽ അതിൽ നിന്ന് ഓൾജിബ്ര എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ 6ഓളം ചോദ്യങ്ങൾ 5ഓളം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അത് അടുത്ത ഒരു വീഡിയോയിൽ ഇതിന്റെ കൂടെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം.